ഇങ്ങനെ കാട്ടാനയുടെ ചവിട്ടേറ്റ് വയനാട്ടിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞ ദിവസമാണിത്. അട്ടമലയിൽ ആദിവാസി യുവാവ് ബാലകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ ഇന്നലെ രാത്രി വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. 2 ദിവസത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ 2 ജീവനുകളാണ് പൊലിഞ്ഞത് എന്ന് കൂടി അറിയിക്കുകയാണ്. കമൽ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ഒപ്പം പ്രതികരണങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കമൽ, നമ്മൾ ഇതുവരെ അവിടെ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ, നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ, കണ്ണീർ കാഴ്ചകളൊക്കെയാണ് പങ്കുവെച്ചത്. ഇപ്പോൾ നമ്മോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ കൂടി ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. NCPയുടെ നേതാവ് ശ്രീ CM ശിവരാമൻ കൂടി തത്സമയം നമ്മോടൊപ്പം ചേരും. കമൽ, ഇപ്പോൾ നടപടിക്രമങ്ങൾ എവിടെ വരെയായിട്ടുണ്ട്? വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാരണം ആ ജനതയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഉള്ളിലേക്ക് ഇങ്ങനെ അമ്പ് തറയ്ക്കുന്നത് പോലെയാണ്. കണ്ടു നിൽക്കുന്നവർക്ക് സഹിക്കാൻ കഴിയാത്ത കാഴ്ചകളാണ്. ഓരോരുത്തരെയും എറിഞ്ഞ് മരണത്തിന് മുന്നിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ചവിട്ടി മെതിക്കുകയാണ് ആനക്കൂട്ടം. അവിടെയുള്ള കാഴ്ചകൾ എന്താണ്? രജീഷ്, ബാലന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം കൊണ്ടുപോകുന്നതിന് മുൻപ് UDF പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തഹസിൽദാർ എത്തി ചർച്ച നടത്തി ചില ഉറപ്പുകൾ നൽകണമെന്നായിരുന്നു ആവശ്യം. പിന്നീട് മൃതദേഹം വെച്ച അങ്ങനെ അത്തരമൊരു പ്രതിഷേധം വേണ്ട എന്ന് തീരുമാനിക്കുകയും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. അതിനുശേഷം തഹസിൽദാരുമായും DFOയുമായും പ്രതിഷേധക്കാർ ചർച്ച നടത്തി. മാനന്തവാടിയിൽ രാധയെ കടുവ കൊലപ്പെടുത്തിയപ്പോൾ ഉണ്ടായതുപോലെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. അത്തരത്തിൽ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഇന്ന് തന്നെയും പിന്നീടുള്ള 5 ലക്ഷം നഷ്ടപരിഹാരം ഉടൻ തന്നെയും കൊടുക്കാമെന്ന ഉറപ്പ് നൽകി. അതോടൊപ്പം ഇവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ വനംവകുപ്പ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ഇന്ന് തന്നെ തുടങ്ങും എന്നും തഹസിൽദാർ ഉറപ്പ് നൽകി. മറ്റൊന്ന് ആശ്രിത നിയമനത്തിന്റെ കാര്യമാണ്. അക്കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. അങ്ങനെയാണ് പ്രതിഷേധം അവസാനിച്ചത്. എന്നോടൊപ്പം ഇപ്പോൾ അട്ടമലയിൽ താമസിക്കുന്ന ബാലകൃഷ്ണനുണ്ട്. അദ്ദേഹമാണ് ഈ വിവരം ആദ്യം അറിയുന്നത്. ഇന്നലത്തെ ആനേൻ്റെ ദൃശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ മുതൽ ഇവിടെയുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ഇന്നലെ പൊതുവെ വൈകുന്നേരം ആയപ്പോഴേക്കും ആനൻ്റെ ഇത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. കുറച്ച് മുകളിലായിട്ട് ആനനെ കണ്ടിട്ടുണ്ട്. ഇവർ പണിക്കാരെ നമ്മൾ വരുമ്പോഴൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ തോട്ടത്തിൽ ഇവരെ ജോലി ചെയ്തിരുന്നത്? ഇവർ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പണിക്ക് വരുന്ന പയ്യന്മാരാണ് എല്ലാവരും. ഒരു 10 പേര് നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് പണിക്ക് വരും. വേറെ ആർക്കെങ്കിലും കാപ്പി പറിക്കണം എന്നൊരു അർജൻറ്റ് പറഞ്ഞാൽ നമ്മൾ അവരെ വിട്ടുകൊടുക്കും. ഞാൻ തന്നെയാണ് അവരെ പൈസയൊക്കെ മേടിച്ച് കൊടുക്കൽ, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത്രയും നല്ല പയ്യന്മാരായിരുന്നു. ഇന്നലെ ഒരു 8 മണിയായപ്പോൾ പിന്നെ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ചൂരൽമലയിൽ നിന്ന് സാധനം വാങ്ങി തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ അപകടം സംഭവിച്ചത്. ഞാൻ രാവിലെ പണിക്ക് ആളെ വിളിക്കാൻ വേണ്ടി ഞാനും ഇവിടുത്തെ സുഖു മെമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ 10ാം വാർഡിലെ മെമ്പറും കൂടി 2 പേര് 7:20 ആകുമ്പോഴേക്കും ഞങ്ങൾ കോളനിയിലെത്തിയിരുന്നു. കോളനിയിലെത്തിയപ്പോൾ താഴെ ഏറാട്ടുണ്ട് കോളനി. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഞാൻ പറയാം, ഇവർ 2 ഭാഗത്തായിട്ടാണ് താമസിക്കുന്നത്. മാറ്റിപ്പാർപ്പിച്ച പള്ളിൻ്റെ അടുത്തുള്ള പള്ളിക്ക് അടുത്തുള്ള പാടിയിൽ നിൽക്കും. അപ്പോൾ ഇവർ വിചാരിച്ചു കോളനിയിൽ എത്തിയിട്ടുണ്ടാവുമെന്ന്. അവർ വിചാരിച്ചു പാടി താമസിച്ചിട്ടുണ്ടാവും. അതാണ് ഇത് അറിയാൻ നേരം വൈകിയത്. 8 മണിയാകുമ്പോൾ ചക്കി നായക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇതിൽ വരുന്ന വഴിക്കാണ് ഇവനെ കാണുന്നത്. കണ്ടപാട് അവർ എന്നെ വിളിച്ചു. ഞാൻ ഓടി വന്ന് ഇത് കണ്ടു. പിന്നെ ഫോറസ്റ്റിനെ വിവരം അറിയിച്ചു. അങ്ങനെ ബാക്കി എല്ലാവരും പിന്നീടാണ് ഇത് പുറത്തറിയുന്നത്. ഈ ഉരുൾപൊട്ടലിന് ശേഷം ഇവർ മാത്രമല്ലേ ഉള്ളൂ? ഇവിടുത്തെ ഒരു ജീവിതം എങ്ങനെയാണ്? ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് താമസിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ താമസമില്ല, ആളുകളെ കുറവ്. ഇപ്പോൾ താമസക്കാരനായിട്ട് ഞാനൊരാൾ മാത്രമേ ഇപ്പോൾ ഈ പാടിയിലുള്ളൂ. ബാക്കിയൊക്കെ നമ്മളൊരു 28 ഈ ആളുകളും ഈ പള്ളിയിൽ കുറഞ്ഞ ആളുകളും ഉള്ളൂ. 28 ആളുകളാണോ ഈ ആദിവാസി വിഭാഗത്തിൽ? അവർ 28 പേരേ ഉള്ളൂ. അപ്പോൾ അവർ ഈ ആനശല്യം കൂടിയിട്ടുണ്ടോ ഉരുൾപൊട്ടലിന് ശേഷം? ഉരുൾപൊട്ടലിന് ശേഷം ആനശല്യം വളരെ വളരെ കൂടുതലാണ്. കാരണം ആൾവാസം അല്ലാത്തത് കൊണ്ട് ആനകൾ നാട്ടിൽ ഈ പ്രദേശത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ ഇവിടെ വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് ആന വരില്ലായിരുന്നു. ഇപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ തന്നെ ആന ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ സാധാരണ നമ്മൾ പറയാം, പ്രത്യേകിച്ച് ഇവർ കാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ്, ഇവർക്ക് ആനയുടെ കാര്യം അറിയാൻ പറ്റുന്നൊക്കെയാണ്. എങ്ങനെയായിരിക്കും അപകടത്തിൽപ്പെട്ട്? അർദ്ധരാത്രിയാണോ? എപ്പോഴാണ് ഇതൊരു 8 മണി അബദ്ധത്തിൽ വന്ന് കുടുങ്ങിപ്പോയതാണ്. അല്ലെങ്കിലൊന്നും അവർ ആനൻ്റെ മുന്നിൽ അങ്ങനെ പെടുകയൊന്നുമില്ല, അവർ ഓടി രക്ഷപ്പെടും. പക്ഷേ ഇതെങ്ങനെയോ അബദ്ധവശാൽ പെട്ടുപോയതാണ്. പ്രജീഷ്, അതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹമാണ് ഇക്കാര്യം ആദ്യം അറിഞ്ഞത്. ഈ 28 കമൽ ഒന്ന് തുടരുക. നമുക്ക് സംഷാദ് മരക്കാർ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സംഷാദ് മരക്കാർ, ഈ ഓരോ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓടി എത്തുന്ന സംഷാദ് മരക്കാരെ കണ്ടിട്ടുണ്ട് പല ദൃശ്യങ്ങളും. ഇന്നിപ്പോൾ രാവിലെ പ്രതികരണം തേടുമ്പോൾ സംഷാദ് മരക്കാർ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ ഉള്ളിൽ നിൽക്കുകയാണ്. ഞങ്ങൾ എങ്ങനെ പറഞ്ഞ് ഈ ജനങ്ങളെ ഇവരെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണ്. കാരണം ജനപ്രതിനിധികൾ പോലും, അവർക്ക് പോലും, നിങ്ങളെപ്പോലുള്ളവർക്ക് പോലും അങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് ഒരു നാടെത്തുമ്പോൾ എന്ത് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കണം സംഷാദ്?
തീർച്ചയായും വയനാട്ടിലെ എല്ലാ ജനപ്രതിനിധികളും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം ഇതുതന്നെയാണ്. കാരണം ഇന്നലെ നമ്മൾ നൂൽപ്പുഴയിലായിരുന്നു. നൂൽപ്പുഴയിൽ മരണപ്പെട്ട മനുവിൻ്റെ 4 പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികളടക്കമുള്ള ആളുകൾ, അവർ നമ്മളോട് നിസ്സഹായമായി നോക്കുകയാണ്. അവരോട് നമ്മൾ എന്താണ് പറയേണ്ടത്? അച്ഛൻ്റെ മരണത്തിൻ്റെ ബാക്കി പത്രമായി 11 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അവരോട് പറയാൻ പറ്റുന്നത്. അതൊരു കുടുംബത്തിൽ നമ്മൾ എത്ര തവണയാണ് പറയുക എന്നുള്ളതാണ്. ഇന്ന് പുതിയ അട്ടമലയിലാണ് ഇന്ന് ഇൻസിഡൻ്റ് ഉണ്ടായത്. അട്ടമലയിൽ സ്വാഭാവികമായി ബാലൻ മരണപ്പെടുന്നു. ആ കുടുംബത്തിനോട് നമുക്ക് പറയാനുള്ള മറുപടി ഇതാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യം, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ, നമ്മൾ ഇടപെടേണ്ട ചില മേഖലകളിൽ ഇടപെടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസമുണ്ടാകും, നമുക്ക് പ്രതിഷേധമുണ്ടാകും, സ്വാഭാവികമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെയല്ല ഇന്ന്. കാരണം ഇന്നിപ്പോൾ നിങ്ങൾ കാണിച്ച വിഷ്വലിൽ പോലും ഇന്നലെ വളരെ സജീവമായി കാട്ടാന ആ പ്രദേശത്ത് കൂടി ആളുകൾ എടുത്ത വീഡിയോ ആണത്. ആ കാട്ടാന തേയിലത്തോട്ടത്തിനകത്ത് കൂടി കൃത്യമായി നടന്നു പോകുന്ന വിഷ്വൽ കാണുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മാതൃഭൂമി ചാനലിൻ്റെ ഫോണിൽ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആന ഒരു മാസത്തോളമായി മുണ്ടക്കയിലും ചൂരൽമലയിലെയും പുഞ്ചിരിമട്ടത്തെയും പ്രദേശങ്ങളിൽ ആനക്കൂട്ടമുണ്ട് എന്നുള്ളത്. അതിൻ്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ കാണുന്ന ഒറ്റയാനെ പോലെ ഒരു ആന മാത്രം ആ വിഷ്വലിൽ കാണുന്നത്. അപ്പോൾ ഒരു മാസമായി ഈ പ്രദേശത്ത് ആനകൾ തമ്പടിക്കുകയും അവിടെ അവശേഷിക്കുന്ന മുഴുവൻ കൃഷിയിടങ്ങളും, തെങ്ങടക്കം അവരുടെ കൃഷിയിടങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ജനങ്ങൾ കൃത്യമായി ഫോറസ്റ്റിനെ അറിയിക്കുന്നുണ്ട്, ജനപ്രതിനിധികൾ അറിയിക്കുന്നുണ്ട്, മീറ്റിങ്ങുകളിൽ അറിയിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ കാലാവസ്ഥ മാറുകയാണ്, ചൂടേറി വരികയാണ്. അപ്പോൾ ബോധമുള്ള ആൾക്കാർക്ക് അറിയാം, ഈ മൃഗങ്ങളൊക്കെ തന്നെ വെള്ളം കുടിക്കാനും മറ്റുമൊക്കെ തന്നെ നാട്ടിലേക്ക് ഇറങ്ങും. അത് ആനയായാലും കടുവയായാലും പുലിയായാലും പന്നിയായാലും കരടിയായാലും ഒക്കെ. അപ്പോൾ സാമാന്യ യുക്തിയിൽ നമുക്കിപ്പോൾ ഒരു എല്ലാം കൊണ്ടുവന്ന് ന്യായീകരണ ഉപാധി എന്ന പോലെ നിയമമൊക്കെ തന്നെ കേന്ദ്രത്തിൻ്റെതാണ്. അപ്പോൾ കേന്ദ്രം ചെയ്യട്ടെ. അപ്പോൾ ഈ നമ്മുടെ വനം മന്ത്രിക്ക്, വനം വകുപ്പിനൊരു ബി പ്ലാൻ ഇല്ലേ ശ്രീ സംഷാദ്? വനം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അദ്ദേഹം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കും. AC ഹാളിൽ ഇരുന്ന് ഉന്നത ഉദ്യോഗസ്ഥർ, അട്ടമല ഇതുവരെ കാണാത്ത ആളുകളും മേപ്പാടി പഞ്ചായത്ത് കാണാത്ത ആളുകളും ഇവിടെ ഇരുന്നൊരു പ്ലാൻ പറയും, ഇങ്ങനെയാണ് പരിപാടി എന്ന് പറയും. ഇത് അവിടുത്തെ CCF ദീപയ്ക്ക് അയച്ചു കൊടുക്കും. ദീപ അത് DFOയോട് പറയും, DF അത് റേഞ്ചറോട് പറയും. അപ്പോഴേക്കും മാസം 2 കഴിയും. നമ്മൾ ഈ വിഷയം വന്ന ഉടനെ ഇവരോട് പറഞ്ഞു, നിങ്ങൾ കേന്ദ്രത്തെ കുറ്റം പറയുന്നതും കേരളത്തെ കുറ്റം പറയുന്നതും ഒക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഈ ആനയെ അവിടെ നിന്ന് തുരത്തിയിരുന്നു എങ്കിൽ, ഇപ്പോൾ മാതൃഭൂമിയിൽ ബൈറ്റ് തന്ന എനിക്ക് അറിയാവുന്ന അവിടുത്തെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റാണ് പറയുന്നത്, ആനയെ തുരത്തിയിരുന്നു എങ്കിൽ ഈ അപകടം ഉണ്ടാവില്ല. ഇത് ഇവരോട് എത്ര തവണ പറഞ്ഞതാണ്? എല്ലാ മീറ്റിങ്ങിലും ഇവരോട് പറഞ്ഞതാണ്, ഈ ആനയെ തുരത്താൻ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞതാണ്. അവരത് നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പം അത് ചെയ്തില്ല. ഇന്നൊരു ജീവൻ നഷ്ടപ്പെട്ടു. മടങ്ങിയെത്താം ശ്രീ സംഷാദ്. ഇപ്പോൾ ശിവരാമൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ശിവരാമൻ, NCPയുടെ നിങ്ങളുടെ പാർട്ടിയുടെ മന്ത്രിയാണല്ലോ ഈ വനം വകുപ്പ് ഭരിക്കുന്നത്. എത്ര ആളെയാണ് മരണത്തിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുന്നത്? അപ്പോൾ അധികാരികളുടെ ഈ ഭരണത്തിന്റെ പിഴവ് കൊണ്ട് കൂടിയാണോ ഇവരൊക്കെ തന്നെ രക്തസാക്ഷികളായി മാറിയത് ശ്രീ ശിവരാമൻ? അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെ പറയുന്നത് ശരിയാണോ? കാരണം കഴിഞ്ഞ കാലങ്ങളിലുള്ളതിനേക്കാൾ ഈ മരണം കുറച്ചു കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള മരണം കുറഞ്ഞിരിക്കുകയാണ് പിൽക്കാലങ്ങളിൽ. പക്ഷെ അത് ഒരു പ്രതിവിധിയല്ല. പക്ഷെ ഗവൺമെന്റ് വന്നതിന് എങ്ങനെ പറയാൻ കഴിയുന്നു? വയനാട്ടിൽ ജീവിക്കുന്ന ശിവരാമൻ എങ്ങനെ പറയാൻ കഴിയുന്നു? കാരണം ഇന്നലെയും ഇന്നുമായിട്ട് ഈ വന്യമൃഗ ആക്രമണങ്ങളും മരണങ്ങളും കുറഞ്ഞു എന്ന് എങ്ങനെ പറയാൻ കഴിയും? 2 ദിവസത്തിനുള്ളിൽ 4 കുടുംബങ്ങളിൽ വിലാപങ്ങളാണ്. എങ്ങനെ ശിവരാമൻ അത് പറയാൻ കഴിയുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ചെറുതായി കാണുന്നില്ല, വളരെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് അവിടെ MLAയുടെയും അതുപോലെ പിന്നെ അതുപോലെ നബാർഡിന്റെയും പണം വെച്ചുകൊണ്ട് കമ്പിവേലിക്ക് വേണ്ടിയുള്ള അല്ല ശ്രീ ശിവരാമൻ, മലമറിക്കൊന്നും വേണ്ട, മലമറിക്കൊന്നും പറയുന്നില്ല, മലമറിക്കണമെന്നും പറയുന്നില്ല. ഇന്നലെ അവിടെ ചുറ്റിക്കടന്ന് നടന്ന ഒരു ആനയെ ഒന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനം എന്ന ഒരു ചെറു വിരല് പോലും അനക്കാനുള്ള സംവിധാനം ഈ വകുപ്പിനില്ലേ? ഉണ്ടല്ലോ. കൽപ്പറ്റയിലും മേപ്പാടിയിലും 2 റേഞ്ചിലും RRTയെ കൊടുത്തിട്ടുണ്ട്. RRTയെ പ്രഖ്യാപിച്ച 2 റേഞ്ചിലും ഒരേ സ്ഥലത്ത് 2 റേഞ്ചിലും RRTയെ കൊടുത്ത ഒരു ഗവൺമെന്റും മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. RRTയെ കൊടുത്തിരിക്കുന്നത് ഇത് നിരീക്ഷിക്കാനും ഇത് നോക്കാനും തന്നെയാണ്. കൊടുത്തതിന്റെ മഹിമ എന്താണ്? കൊടുത്തതിന്റെ മഹിമ കൊണ്ടെന്താ?
ഇത് സംഭവിച്ചത് എന്താണ്? ഒരു 24-കാരൻ ചെറുപ്പക്കാരൻ ഇന്ന് ഈ ഭൂമിയിലില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തിരുവനന്തപുരത്ത് ഒരു യോഗം ചേരുന്നുണ്ടല്ലോ, ഈ വനം മന്ത്രി എന്തെങ്കിലും കാര്യമായി പറയുന്നുണ്ടോ? അദ്ദേഹത്തിനോട് എന്തെങ്കിലും അദ്ദേഹത്തിന് ലോജിക്കുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ, കേട്ടുണ്ടോ? പറഞ്ഞു പോകുന്നതാണ്. ഗതികേട് കൊണ്ട് ഈ പാവങ്ങൾക്ക് നേരിട്ട് ഈ മന്ത്രിയോട് ചോദിക്കാൻ കഴിയില്ലല്ലോ, ഞങ്ങളിലൂടെയൊക്കെ ചോദിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. ഈ വനം മന്ത്രി ഒരു ഞാൻ ഇന്നലെയും നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്, ചില കാര്യങ്ങളിൽ ചില വിഷയങ്ങളിൽ ഒരു ചുറുചുറുക്ക് വേണം, ഓടിച്ചാടി നിൽക്കണം, ഓടിച്ചാടി ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലണം, എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുന്നു എന്നെങ്കിലും കാണിക്കുകയെങ്കിലും വേണം. അതുപോലും ഇല്ലാതെ ഈ ഒരു വനം മന്ത്രി തികഞ്ഞ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ കഴിയുമോ ശ്രീ ശിവരാമൻ? നിങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ, കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉദ്യോഗസ്ഥരൊക്കെ പോകരുത് എന്ന് പറഞ്ഞ് കരടി പിടിച്ച രാധയുടെ വീട്ടിൽ അദ്ദേഹം പോയതാണ്. കാരണം ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളിൽ നിന്ന് വരുന്ന എതിർപ്പുകളല്ല പ്രശ്നം. അദ്ദേഹം തിരിച്ചു വരുമ്പം അതേ ജനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം, നിങ്ങളുടെ ചാനലുകാരുണ്ടായിരുന്നല്ലോ, അവിടെ വളരെ മോശമായി പെരുമാറുകയും ചെയ്തു. തിരിച്ചു വരുമ്പോൾ അത് വരുത്തിവെച്ച CPM നേതാക്കൾക്ക് പോലും തൃപ്തിയില്ല. CPM എല്ലാ സമ്മേളനങ്ങളും പറയുന്നത് എന്താണ്? ഈ വനമന്ത്രിക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. വനമന്ത്രിയുടെ ഈ നയമില്ലാത്ത അല്ലല്ല കാര്യപ്രാപ്തി ഇല്ലായ്മയെ കുറിച്ചാണ് എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ഏകസ്വരത്തിൽ ഒരു വിഷയത്തിൽ മാത്രം അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. മറന്നു പോകരുത്. ഒരു ജില്ലാ കമ്മിറ്റിയും അങ്ങനെ എതിർപ്പ് പറഞ്ഞിട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടന്നതായിട്ട് അറിയില്ല. കാരണം നമുക്ക് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടിയിരുത്തിക്കൊണ്ടാണ് വയനാട്ടിൽ വന്നാൽ LDFുമായി ചർച്ച ചെയ്ത്, ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത്, ജനങ്ങളുമായി ചർച്ച ചെയ്തിട്ടാണ് അദ്ദേഹം പരിപാടികളിൽ പങ്കെടുക്കാറ്. ശ്രീ ശിവരാമൻ, ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, എന്നോടൊപ്പം അങ്ങയുടെ നാട്ടുകാരനായ ശ്രീ സംഷാദ് മരക്കാരും ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട് തത്സമയം. സംഷാദ് ചോദിച്ചെന്താണ് AC മുറിയിൽ സംസാദ് സർക്കാരിനെ നമ്മൾ ജനപ്രതിനിധികൾ അംഗീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഇതിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനും വയനാട്ടിലുള്ള ഈ പ്രശ്നങ്ങളിൽ ഫണ്ട് വെക്കാനും കാര്യങ്ങൾ ചെയ്യാനും കമ്പിവേലി ഇടാനും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹത്തെ കുറച്ച് കാണുകയല്ല, അദ്ദേഹവും അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളാണ്. ശ്രീ സംഷാദ് മറുപടി, ശിവരാമന്റെ ചോദ്യത്തിന് മറുപടി. ശിവരാമേട്ടനുള്ള മറുപടി ഞാനിപ്പോൾ പറയാം. ശിവരാമേട്ടൻ തുടക്കത്തിൽ പറഞ്ഞ RRT ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. RRTയുടെ കഥ ശിവരാമേട്ടൻ തന്നെ അറിയാലോ. 2 RRT അനുവദിച്ചു എന്ന് പറയുകയും അതിലേക്ക് വേണ്ട വാഹനങ്ങളോ അതിലേക്ക് വേണ്ട ഉദ്യോഗസ്ഥരെയോ കൊടുത്തിട്ടില്ല ഇതുവരെ. കൽപ്പറ്റയിൽ സൗത്ത് വയനാട് DFOയ്ക്ക് കീഴിൽ RRT വന്നിട്ടില്ല. ശിവരാമേട്ടൻ ഒന്ന് അന്വേഷിച്ച് നോക്ക് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. 2 ആന ഇറങ്ങി എന്ന് വിവരം ലഭിക്കും, RRT വേണമെന്നില്ല. ഫോറസ്റ്റിൻ്റെ വാച്ചർമാരോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോ നൈറ്റ് പെട്രോളിംഗ് നടത്തിയാൽ, ഇന്നലെ അട്ടമലയിൽ ഉണ്ടാവുന്ന മരണം എന്ന് പറയുന്നത് അർദ്ധരാത്രിയോ വെളുപ്പിനോ ഒന്നുമല്ല, 8 മണി 9 മണി സമയത്താണ്. ഈ സമയത്ത് നൈറ്റ് പെട്രോളിംഗ് വേണമെന്ന് നമ്മൾ പറഞ്ഞതാണ്. ആ നൈറ്റ് പെട്രോളിംഗ് ഇന്നലെ കൃത്യമായി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ബാലൻ മരിക്കില്ലായിരുന്നു. അതുണ്ടായിരുന്നില്ല. ഇത്തരം വീഴ്ചകൾ വരുമ്പോൾ അതിനെ ന്യായീകരിക്കുകയല്ല ചെയ്യേണ്ടത്. ആ വീഴ്ചയാണ് എന്ന് പറയണം. പിന്നെ ജില്ലാ പഞ്ചായത്ത് എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ ഇന്നും ചാനലുകളോട് പറഞ്ഞതാണ്. 1 വർഷം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ടിൻ്റെ അപര്യാപ്തത ഉണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒരു മാസ്റ്റർ പ്ലാൻ വനം വകുപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ 3 കോൺസ്റ്റിറ്റ്യുവൻസികൾക്കകത്തേക്ക് 3 DFOമാർക്ക് 150 കോടി രൂപയുടെ നെബാർഡിൻ്റെ പദ്ധതി. ഇപ്പോൾ ശിവരാമേട്ടൻ പറഞ്ഞല്ലോ നെബാർഡിൻ്റെ പദ്ധതി എന്ന്. ഇത് ആരുണ്ടാക്കിയതാണ്? ഇത് ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും തമ്മിൽ ഇരുന്ന് ഞങ്ങൾ ഉണ്ടാക്കി ഫോറസ്റ്റിനോട് പ്ലാൻ ഉണ്ടാക്കാൻ പറഞ്ഞു. അതിനെ തുടർന്ന് എല്ലാ പഞ്ചായത്തിലും യോഗം ചേർന്നു. 150 കോടി രൂപ അനുവദിക്കാൻ നെബാർഡുമായി ചർച്ച നടത്തി. അതിൻ്റെ 15% തുക വയനാട്ടിലെ എല്ലാ പഞ്ചായത്തും ഏറ്റെടുക്കാൻ തയ്യാറായി. 1 വർഷമായിട്ട് ഫോറസ്റ്റ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയോ? ശിവരാമേട്ടൻ മാസ്റ്റർ പ്ലാൻ കണ്ടോ? ആരെങ്കിലും കണ്ടോ? കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞില്ലേ മാസ്റ്റർ പ്ലാൻ വേണമെന്ന്. അവരുണ്ടാക്കാന്നല്ലേ പറഞ്ഞു. 1 കൊല്ലമായി മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പണം ചെലവഴിക്കുക? പിന്നെ പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന തുകയിൽ ഒരൊറ്റ കാര്യമേ സർക്കാർ പറഞ്ഞിട്ടുള്ളൂ. സോളാർ ഫെൻസിങ് ആരെങ്കിലും നടത്തിയാൽ അവർക്ക് സബ്സിഡി കൊടുക്കാനുള്ള അധികാരം മാത്രമാണ് കേരളത്തിലെ ആയിരക്കണക്കിന് പഞ്ചായത്തുകൾക്കുള്ളത്. അത് വെച്ച് ഒരു കർഷകൻ കൃഷിഭൂമിയിൽ സോളാർ ഫെൻസിങ് നടത്തി അതിൻ്റെ ചെലവ് ബില്ല് സഹിതം തന്നാൽ അതിന് ഇത്ര ശതമാനം തുക സബ്സിഡി കൊടുക്കുക. അങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ നമ്മൾ നെബാർഡിൻ്റെ പദ്ധതി എടുക്കണമെന്ന് പറഞ്ഞത്. അതിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയില്ല. പിന്നെ ഈ സ്ഥലത്ത് അട്ടമലയിൽ ഉണ്ടായത് ആനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടും മാസങ്ങളായി ആന കൃഷി നശിപ്പിക്കുകയും ആന അവിടെ തമ്പടിക്കുകയും ആന കൂട്ടമുണ്ട് എന്ന് പറയുകയും ശ്രീ ശിവരാമൻ ടെലിഫോൺ ലൈനിൽ തുടരുക. പക്ഷെ നിങ്ങളുടെ ഒന്നും ഈ ഭരണപരമായ നൂലാമാലകളോ ഒന്നും തന്നെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ല. ഫെബ്രുവരി 10, 2024 അന്ന് അജീഷിൻ്റെ മകൾ ഈ സംവിധാനത്തോട് നോക്കി വിലപിച്ച് കരഞ്ഞു പറഞ്ഞു, ഇനി ഒരു കുടുംബത്തിനും ഒരാളുടെയും മക്കൾക്ക് ഇതുപോലെ അനാഥരാകേണ്ടി വരരുതേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം തികയാണ്.
അതിനുശേഷം എത്ര പേരുടെ വിലാപങ്ങൾ, എത്ര പേരുടെ കരച്ചിലുകൾ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വനം മന്ത്രി പറയുന്നത് എന്താണ്? അങ്ങോട്ട് കയറി വനത്തിനകത്തേക്ക് കയറി പോകുന്നത്, അതാണ് അവിടെ അദ്ദേഹത്തിന് പ്രശ്നം. പിന്നെ വന്യജീവികളെ കുത്തി നാട്ടിലിറക്കിറക്കുന്നത് ഞാനാണോ? അങ്ങനെയൊക്കെയുള്ള ഉപാധികളും ഒരു യുക്തിയുമില്ലാത്ത ചോദ്യങ്ങളാണ് ആ മന്ത്രി ഉന്നയിക്കുക. ആ മന്ത്രിയുടെ നേതൃത്വത്തിലാണ് അല്പസമയത്തിനകം യോഗം ചേരാനും പോകുന്നത്. വലിയ എന്തെങ്കിലും അത്ഭുതമോ ഒക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് ഒരു പ്രതീക്ഷയുമില്ല. എന്തായാലും ആ യോഗത്തിലടക്കം വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. അതിഥികളും തുടരുക. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കാട്ടാനക്കരിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ശിവരാമനും ഒപ്പം ഷംഷാദും തുടരുക. കമലിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. കമൽ, അവിടെയുള്ള ആളുകളോട് ചോദിക്കുക, ഈ വൈദ്യുതി സംബന്ധിച്ച്, കാരണം ആൾതാമസമില്ലാത്തടുത്ത് വൈദ്യുതി നൽകാനാകില്ല എന്നൊരു തീരുമാനം KSEB ദുരന്തത്തിന് ശേഷം എടുക്കുന്നു. പക്ഷേ ഈ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന, അവർ സഞ്ചരിക്കുന്ന മേഖലകളിലെങ്കിലും വൈദ്യുതി കൊണ്ടുവരണമെന്ന് പലകുറി പലതവണ ആവശ്യപ്പെട്ടു. ഈ ആനയുടെ സാന്നിധ്യം പറഞ്ഞു, അവിടെ ഇങ്ങനെയാണ്, ആന ഇങ്ങനെ വിഹരിക്കുന്ന സമയമുണ്ട്. അതൊക്കെ ഇവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണോ? ശ്രമിച്ചിട്ടും അതിന് മുഖം കൊടുത്തില്ല എന്നൊരു ആരോപണത്തിന് കഴമ്പുണ്ടോ? ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് വൈദ്യുതി ഇല്ലാന്നായിരുന്നു. പക്ഷേ ഇവിടുത്തെ കെട്ടിടങ്ങളിൽ, അതായത് ഇവർ താമസിക്കുന്ന കെട്ടിടം, ഇവർക്ക് പള്ളിയുടെ അടുത്ത് കൊടുത്തിരിക്കുന്ന പാടിയിലടക്കം വൈദ്യുതിയും വെളിച്ചവുമുണ്ട്. തെരുവ് വിളക്കുകൾ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അത് പക്ഷേ എത്രത്തോളം പ്രായോഗികമാണ് എന്നത് സംശയമുണ്ട്. കാരണം എസ്റ്റേറ്റിനകത്തൂടെയുള്ള വഴികളൊക്കെയാണ്, പ്രത്യേകിച്ച് ഇന്നലെ ബാലൻ നടന്നു വന്നതൊക്കെ ഒരു കുറുക്കു വഴി പോലെയുള്ള നടവഴിയിലൂടെയാണ്. അവിടെ എത്രത്തോളം നമുക്ക് അതൊരു കാരണമായി പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ താമസിക്കുന്ന, അവർക്ക് ഈ ഉന്നതിക്ക് പകരമായി താമസിക്കാൻ നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സിൽ വൈദ്യുതി ഉണ്ട് എന്നാണ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ശരി കമൽ. ശ്രീ ശിവരാമൻ, ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഈ ആനയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് വിളിച്ചറിയിക്കുമ്പോൾ ഇവർക്ക് ചെല്ലാമല്ലോ. അതിന് പ്രത്യേകിച്ച് പ്രോജക്റ്റ് ഒന്നും ആവശ്യമില്ലല്ലോ. അതിന് മറ്റെന്തെങ്കിലും ഫണ്ടും എടുക്കേണ്ടതില്ല. കേവലം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നു? ആൾശേഷിയുടെ പ്രശ്നമാണോ? എന്താണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട കുറച്ചുകൂടി വിഷയങ്ങളുണ്ട്. ഇനി അതൊന്നും ഒളിച്ചു വെച്ചിട്ടോ മറച്ചു വെച്ചിട്ടോ കാര്യമില്ല. എന്താണ് നമ്മുടെ പ്രതിസന്ധി? അതൊരു കൃത്യമായത് ജനങ്ങൾ കൂടി അറിയിക്കണം. ഈ മേഖലയിലെ ആളുകളെ കൂടി അറിയിക്കണം. സർവകക്ഷി യോഗം വേണമെങ്കിൽ സ്റ്റേറ്റിൻ്റെതായിട്ട് നമ്മൾ വിളിച്ചു ചേർക്കണം. അടിയന്തരമായി കേന്ദ്രത്തിലേക്ക് ഒരു സംഘം പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ എല്ലാ അനിവാര്യതയും പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. കതിരിന്മേൽ വളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓരോ ജീവനുകളും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം? എന്താണ് പ്രധാനപ്പെട്ട പോരായ്മകൾ വനം വകുപ്പ് നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് 1972 വന നിയമമാണ്. ആ നിയമം മാറ്റി എഴുതണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ തന്നെ നിയമം പാസാക്കി കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തു. ഇവിടെയുള്ള MP കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വന്നപ്പോൾ നമ്മുടെ കടുവ പിടിച്ച അവരുടെ വീട്ടിൽ പോയപ്പോൾ, രാധയുടെ വീട്ടിൽ പോയപ്പോൾ നിങ്ങളുടെ അടക്കം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിയമം മാറ്റി എഴുതാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. നിയമം മാറ്റി എഴുതിയാൽ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇത് പരിധിയിൽ കവിഞ്ഞ എല്ലാ വന്യമൃഗങ്ങളും, ഒരു വന്യമൃഗം മാത്രമല്ല, ഒക്കെ വന്യമൃഗങ്ങൾ പരിധിയിൽ കവിഞ്ഞ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അവരെ നിയന്ത്രിക്കണം. മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ അൺഡിങ് നടത്തിയിട്ടോ അല്ലെങ്കിൽ പിടിച്ച് നമ്മൾ മൃഗശാലകളിൽ കൊണ്ടുപോയിട്ടോ അവരെ സംരക്ഷിച്ചാലും കുഴപ്പമില്ല. എന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള. പക്ഷെ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഈ കേന്ദ്ര നിയമമായാലും കാലഹരണപ്പെട്ട നിയമം, അവിടെ ഒരു പദ്ധതി, ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ പോലും ഈ സ്വയം പുനരധിവാസ അല്ലെങ്കിൽ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഈ വർഷങ്ങളായിട്ടുള്ള, അപ്പോൾ അതിലേക്കുള്ള അശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സാധ്യമായ ഒരു വഴി തേടിയാണല്ലോ ഈ റീബിൽഡ് പ്രോജക്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അതിലും മൊത്തവും അശാസ്ത്രീയതയാണ്. അപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളും ചെയ്യുന്നില്ല. അല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ RRT ഉണ്ട്, 2 സ്ഥലത്തുണ്ട്, വണ്ടികളും ഉണ്ട്. അവിടെ വണ്ടികളുണ്ട്. അവരുടെ അടുത്ത് അവർ നിഷ്ക്രിയമായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ടതാണ്. അത് സത്യമാണ്. കാരണം 2 സ്ഥലത്തും വണ്ടിയുണ്ട്, RRT ഉണ്ട്. ഒന്ന് ശശി MLA ഇരുന്ന സമയത്ത് കൊടുത്ത വണ്ടിയാണ്, ഒന്ന് ഗവൺമെന്റ് കൊടുത്ത വണ്ടിയാണ്. 2 വണ്ടികളും 2 സ്ഥലത്തും RRTക്ക് വണ്ടികളുണ്ട്. എന്താണ് പറഞ്ഞെന്നറിയില്ല. 2 സ്ഥലത്തുണ്ട്. അല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഈ നിരീക്ഷണത്തിന് വേണ്ടി പെട്ടെന്ന് ഒരു RRTയെ പെട്ടെന്ന് ടീമിനെ വിളിച്ച് കൊണ്ടുവരിക സാധ്യമല്ല. അതിനാണല്ലോ നമ്മൾ ഈ പറഞ്ഞ വാച്ചർമാരും മറ്റ് കേവല യുക്തിയിലുള്ള സംവിധാനങ്ങളും ഉള്ളല്ലോ. അത് ഉപയോഗിക്കുന്നുണ്ടോ? വാച്ചർമാർ, അതായത് സ്ഥലത്ത് വാച്ചർമാരുമുണ്ട്. അവരുടെ അടുത്ത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത്
DFO റേഞ്ചർ മുഖേന അവിടെ നിർദ്ദേശം കൊടുത്തുകൊണ്ട്, കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി വന്നപ്പോൾ പറഞ്ഞാണ് എല്ലാ സ്ഥലത്തും സെർച്ചിങ് നടത്തണം, അവരെ പിൻവലിക്കരുത്, എല്ലാ സ്ഥലത്തും രാത്രി പെട്രോളിംഗ് വേണം എന്നൊക്കെ നിർദ്ദേശം കൊടുത്തതാണ് ഇവിടെ വയനാട്ടിൽ വന്ന്. അല്ല ശ്രീ ശിവരാമൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ, നമുക്ക് ഈ പ്രശ്നം എന്താ? നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എണ്ണയടിക്കാൻ പൈസയില്ല, എണ്ണയടിക്കാൻ പൈസ കൊടുക്കുക, പല പമ്പിലും എണ്ണയടിക്കാനുള്ള കയറി ഇറങ്ങുക പമ്പുകാർ പോലും മടിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനേക്കാൾ അടിയന്തരമായി, ഇത് ജനകീയ വിഷയമാണ്, ജനകീയ വിഷയങ്ങളിൽ നമുക്ക് ഫണ്ട് മാറ്റണം. ആ ഫണ്ട് മാറ്റിയെടുക്കുന്ന ഫണ്ട് ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തുക ഈ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫണ്ടുകൾ ഇവർക്ക് ഫോൺ ചെയ്യുമ്പോൾ എന്താണ്, ഞങ്ങളുടെ ഈ പൈസയില്ല, ഞങ്ങൾക്കതിനുള്ള സംവിധാനമില്ല എന്ന് ഫോൺ വിളിച്ചാൽ പറയുകയാണ്. പിന്നെ എന്താണ് പറയുന്നത്, പുലി വരുന്നേ പുലി എന്ന് പോലെയാണ്. ചിലപ്പോൾ വിളിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ആൾ കാണില്ല, അത് ചുമ്മാതായിരിക്കും. അപ്പോൾ ഒരു മുൻവിധിയോടുകൂടി ഈ വരുന്ന ഫോൺ കോളുകളോ അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പുകളോ ആരെങ്കിലും അവിടെ മൃഗത്തെ കണ്ടു, അതിൻ്റെ സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മുൻവിധി ചില ഉദ്യോഗസ്ഥരങ്ങ് സ്വീകരിക്കുകയാണ്. എല്ലാവരെയും കുറ്റം പറയുകയില്ല, നല്ല ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പ്രശ്നമെന്ന് അഡ്രസ്സ് ചെയ്യണം. ഫണ്ടിന്റെ അപര്യാപ്ത സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം കഴിഞ്ഞ ചില സ്ഥലങ്ങളിൽ മാനന്തവാടിയിൽ 6 മാസമായി വാച്ചർമാർക്ക് ശമ്പളം കൊടുക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അത് മന്ത്രിയോടെ വന്നപ്പോൾ നേരിട്ട് മന്ത്രിയോട് അവരും അതുപോലെ നമ്മളെപ്പോലെയുള്ള എതിർപക്ഷ നേതാക്കളും സംസാരിക്കുകയും അദ്ദേഹം ധനവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ 3 മാസത്തത് കൊടുത്തത്. ഇനിയും 3 മാസത്തത് കൊടുക്കാൻ ബാക്കിയാണ്. അത് കൊടുക്കാനുള്ള ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇതിന്റെ ഒരു പ്രധാന കാരണമാണ്. അത് ഞങ്ങൾക്ക് അറിയാലോ, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേരളത്തെ എങ്ങനെയൊക്കെ സാമ്പത്തികമായി തകർക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ പ്രത്യാഘാതം ഈ വനം വകുപ്പ്. ശരി, തീർച്ചയായും നമുക്ക് ശ്രീ ശിവരാമൻ വളരെയധികം നന്ദി. താങ്കൾ പറഞ്ഞത് എന്തായാലും നമുക്ക് പ്രതീക്ഷ, എല്ലാം നമ്മുടെ പ്രതീക്ഷകളാണല്ലോ, പ്രതീക്ഷകളിൽ ഓരോ ദിവസവും പ്രതീക്ഷയോട് ഉണരുന്നു. പക്ഷേ ഓരോരുത്തരെ വന്യമൃഗം കൊണ്ടുപോകുന്നു. ശ്രീ സംഷാദ്, നമുക്കൊരു ബി പ്ലാൻ വേണം. ആ ബി പ്ലാന് വേണ്ടി പറഞ്ഞ് പഴകിയ പല്ലവികൾ നമുക്ക് ഉപേക്ഷിക്കാം. താങ്കളൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ജില്ലയുടെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട്. വയനാടിൻ്റെ ഒരു MP ഉണ്ട്. ആ MP ദേശീയ മുഖമുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. നമുക്ക് എവിടെയൊക്കെ സമ്മർദ്ദങ്ങൾ ചെലുത്താൻ കഴിയും? ഈ പറയുന്ന വനം മന്ത്രിയെ കുറച്ചുകൂടി ഉഷാറോടുകൂടി നമുക്ക് രംഗത്തേക്ക് നിർബന്ധിച്ചെത്തിക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ അറ്റൻഷൻ ഈ വിഷയത്തിൽ വേണം. എന്തൊക്കെ ചെയ്യാൻ കഴിയും? അവസാനമായി തീർച്ചയായും ഒരു പ്ലാൻ വയനാട്ടിൽ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2 രീതിയിൽ ആ പ്ലാൻ ഉണ്ടാക്കണമെന്ന് നമ്മൾ എല്ലാ സമയത്തും പറയുന്നതാണ്. ഒന്ന്, കാട്ടിനകത്ത് തീറ്റയും വെള്ളവും സുലഭമായി ലഭിക്കുകയും മൃഗങ്ങൾ കാടിന് പുറത്തേക്ക് വരേണ്ട സാഹചര്യം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അതിൽ മഞ്ഞക്കൊന്ന് റിമൂവ് ചെയ്യുക, ആ തടയണകളിൽ വെള്ളം ഉണ്ടാവുക, അവർക്ക് ആ കാടിൻ്റെ ഒരു സ്വാഭാവികത വീണ്ടെടുക്കുക എന്നുള്ളതാണ്. തേക്ക്, യൂക്കാലി പോലെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി ഒരു സ്വാഭാവിക വനവൽക്കരണം ഉണ്ടാവണം. അപ്പോൾ കാടിനകത്ത് കുറച്ചുകൂടിയും അവർക്ക് സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടാൽ പുറത്തേക്ക് വരുന്ന സാഹചര്യം കുറയും. 2, ആവശ്യത്തിന് പണം നമുക്ക് ലഭ്യമാകണം. ആ ലഭ്യമാകുന്നതോടൊപ്പം സ്റ്റാഫ് നമുക്ക് വേണം. അവർക്ക് ആധുനിക ഉപകരണങ്ങൾ, ഇപ്പോൾ തെർമൽ ഡ്രോൺ രാത്രി കാലങ്ങളിൽ നമ്മൾ സെർച്ചിന് ഉപയോഗിക്കുന്നതാണ്. അത് വയനാട്ടിൽ ഒന്നേ ഉള്ളൂ. നമുക്ക് 3 ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്, സൗത്ത്, നോർത്ത്, വൈൽഡ്. ഇതിൽ ഒരു സ്ഥലത്ത് ഇൻസിഡന്റ് ഉണ്ടായാൽ ഈ തെർമൽ ഡ്രോൺ അവിടെ നിന്ന് പോയി അപ്പുറം സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ കുറച്ചുകൂടി എക്യുപ്ഡ് ആക്കണം വനം വകുപ്പിന്, കുറച്ചുകൂടി സ്റ്റാഫ് വേണം, അവർക്ക് പണം കൊടുക്കണം. അതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്പുറത്ത് ഒരു പ്രയോറിറ്റി വേണം ഇതിനകത്ത്. മനുഷ്യൻ്റെ ജീവൻ വികൃതമായി മരണത്തിന് കീഴടങ്ങുകയും 11 ലക്ഷം രൂപയുടെ ചെക്കിൽ അവസാനിക്കുകയും ചെയ്യേണ്ടവരല്ല മലയോര ജനത എന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ട് ഒരു പ്രയോറിറ്റി നിശ്ചയിക്കുകയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഫണ്ട് കണ്ടെത്തണം. ഫണ്ട് പഞ്ചായത്തും MP-യും MLA-യും CSR-ഉം സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാവരും ചേർന്നാൽ ഫണ്ടിലേക്ക് എത്തും. അതിനോടൊപ്പം നല്ല പ്ലാൻ ഉണ്ടാവണം. അത് വൃത്തിയായി സത്യസന്ധമായി അത് എക്സിക്യൂട്ട് ചെയ്യുകയും വേണം. അങ്ങനെ 2 തരത്തിൽ ഈ പ്ലാൻ കൊണ്ടുവന്നാൽ മാത്രമേ വയനാട് ജില്ലയിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ, പൂർണ്ണമായി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പരിധിവരെ ഒരു അലേർട്ട് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകണം. ഒരു വന്യമൃഗം വന്നിട്ടുണ്ടെങ്കിൽ അത് അലേർട്ട് ചെയ്യപ്പെടണം. ആ പ്രദേശത്ത് ഒരു സ്ഥലത്ത് പ്രസൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടെ ഫോറസ്റ്റിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം, അതിനെ നിരീക്ഷിക്കണം. അങ്ങനെ അത്ര ഒരു ഏകോപനം ഉണ്ടാവണം. അതിന് വനം വകുപ്പ് മന്ത്രി കുറച്ചുകൂടി കാര്യഗൗരവത്തിൽ ഇടപെടാൻ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ശരി, തീർച്ചയായും വളരെയധികം നന്ദി സംഷാദ്. ഇന്ന് തിരുവനന്തപുരത്താണുള്ളത്, ഇന്ന് വയനാട്ടിലുണ്ടെങ്കിൽ ഈ പ്രദേശത്തേക്ക് പോകേണ്ട വ്യക്തിയായിരുന്നു. വളരെയധികം നന്ദി. ചർച്ചയിൽ തത്സമയം വന്ന നിലപാട് അറിയിച്ചതിനൊപ്പം CM ശിവരാമൻ, NCP നേതാവ് കമലും അവിടെ നിന്നും അതിഥികളുടെ പ്രതികരണം തേടുകയായിരുന്നു. ഇനി അല്പസമയത്തിനകം വനംവകുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട യോഗമടക്കം ചേരാൻ പോകുന്നു. അതിലെ തീരുമാനങ്ങളൊക്കെ നമുക്ക് അറിയണം.